അപ്പൊ നമ്മ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ മധൂത്ത് ഉണ്ടാക്കാനാണ് പോണത്. അപ്പൊ ചിക്കൻ മധൂത്ത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പൊ ഇതിനായിട്ട് നമ്മ ആദ്യം ഒരു ബിരിയാണി പൗഡർ തരുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് സവാള കുനുകുനൂന്ന് വരുന്ന സവാള നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തോട്ട് ഇനി 3 ടീസ്പൂണോളം അറബിക് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ബിരിയാണി പോട്ടിലോട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി നേരം മൂടി വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. നമ്മോട് 1 കിലോ റൈസ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ കഴുകിയെടുത്ത റൈസ് ബിരിയാണി പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത്തിരി അറബിക് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചേരം ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ മധുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മ കുക്കറിലാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കിവിടെ കുക്കറില് തികയാത്തത് കൊണ്ടിട്ട് ആണ് നമ്മ കുക്കറില് കൊള്ളൂല നമ്മ എടുത്തേക്കണ റൈസ്. അതുകൊണ്ടിട്ട് മാത്രമാണ് ബിരിയാണി പോട്ടിൽ എടുത്തേക്കണത്. ശരിക്കും കുക്കറിലിട്ട് വെക്കണം, എന്നാലാണ് മധുത്ത് നല്ലോണം ആയി വരുള്ളൂ. ഇത് ഇപ്പൊ ബിരിയാണി പോട്ടില് വെച്ചേക്കണോണ്ടിട്ട് അതിൻ്റെതായ കുറവുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എന്തേലും വീഡിയോയിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി പറയാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.